ചില നല്ല മനുഷ്യന്മാരെന്ന് തോന്നിപ്പിക്കുന്ന ആളുകൾ രംഗത്ത് വരും. ഇന്നത്തെ കാലത്ത് വെറുപ്പും വിദ്വേഷവും കത്തി നിൽക്കുമ്പോൾ നിറത്തിനോട് വൈരാഗ്യമുള്ളവരുണ്ട്, ഭാഷയോട് വൈരാഗ്യമുള്ളവരുണ്ട്, രൂപത്തോട് വിദ്വേഷമുള്ളവരുണ്ട്, പേരുകളോട് വിദ്വേഷമുള്ളവരുണ്ട്. ഇത്തരം വിദ്വേഷങ്ങൾ തൊടുകറികളായി കൂട്ടി നല്ല സദ്യ സദാ കഴിച്ചിരിക്കുന്നത് പോലെ ലഹരി പൂണ്ടിരിക്കുന്നവരുണ്ട്. പച്ച കണ്ടാൽ പ്രശ്നം, അറബ് കണ്ടാൽ പ്രശ്നം, ഖുർആൻ എന്ന് പറഞ്ഞാൽ പ്രശ്നം, തൊപ്പിയും ദീക്ഷയും വെച്ചവരെ കണ്ടാൽ പ്രശ്നം, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് കേൾക്കുമ്പോൾ പ്രശ്നം. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. മറിച്ചുമുള്ള ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ബഹുദൈവ ആരാധകർ അല്ലെങ്കിൽ ഒന്നിലധികം അവരെ ആരാധിക്കുന്നവരൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കുന്ന കുറേ ആളുകളുമുണ്ട്. എന്തായാലും ഇതിനിടയിൽ ചില രസകരമായ സംഗതികൾ വരാറുണ്ട്. നമ്മുടെ അൻസാരി സുഹരി ഉസ്താദ് ഇത്തരം ചില വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ വളരെ വിദഗ്ധനാണ്. അദ്ദേഹം തിരഞ്ഞെടുത്ത ഒരു സബ്ജക്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. അത് ഈ നമ്മുടെ കലോത്സവങ്ങളിൽ ഖുർആൻ പാരായണ മത്സരം വെക്കുന്നത് കണ്ട് വളരെ നല്ലൊരു നിഷ്കളങ്കനായ മനുഷ്യൻ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ മതത്തോടുള്ള എതിർപ്പ് കൊണ്ട് പറയുകയല്ല, അല്ലെങ്കിൽ അതിനെ കുറ്റം പറയുകയല്ല, ബാക്കിയുള്ളവരെയൊക്കെ എന്തിനു കൊള്ളാം എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം ഈ സംഗതി പറഞ്ഞിരിക്കുന്നത്. അതിന് നമ്മുടെ അൻസാരി സുഹരി ഉസ്താദ് കൊടുത്തത് നല്ല മറുപടിയാണ്, തൃപ്തികരമായ മറുപടിയാണ്. അതൊന്ന് കേൾക്കാം. നമസ്കാരം. സ്കൂൾ കലോത്സവത്തില് ഖുർആൻ പാരായണത്തിന് ഫസ്റ്റ് നേടിയൊരു പയ്യൻ. ഈ വാർത്തയിലാണ് ആദ്യമായിട്ട് സ്കൂൾ കലോത്സവങ്ങളില് ഖുർആൻ പാരായണം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഇതവരെ കുറ്റം പറയാനോ അവരെ എന്താ പറയാ മോശമാക്കാനുള്ള വീഡിയോ ഒന്നുമല്ല. മറ്റ് മതസ്ഥരോട് എനിക്ക് പറയാനുള്ളതാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോടും ഹൈന്ദവരോടും പറയാനുള്ളതാണ്, അല്ലെങ്കിൽ അവരുടെ സംഘടനകളോട് പറയാനുള്ളതാണ്. നിങ്ങൾ അവരെ കണ്ടുപഠിക്കണം. അവരുടെ മതപരമായിട്ടുള്ള ഒരു വിഷയം, മതഗ്രന്ഥം പോലും സ്കൂളുകളിൽ കലോത്സവ വേദികളിൽ കൊണ്ടുവന്ന് മറ്റുള്ളവരെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അറിയാതെ ചോദിക്കുകയാണ്. ഒരുപാട് സംഘടനകൾ ഹിന്ദുക്കൾക്ക് വേണ്ടി ഇവിടെ ഉണ്ട്, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഇവിടെ ഉണ്ട്. നിങ്ങളുടെതൊന്നും സ്കൂളുകളിൽ കലോത്സവത്തിൽ പാരായണമായിട്ട് അല്ലെങ്കിൽ പാരായണ വിഷയമായിട്ട് വരാത്തതിന്റെ കാരണം എന്താണ്? നമ്മുടെ പ്രിയപ്പെട്ട കാളിച്ചേട്ടൻ സ്കൂൾ തലങ്ങൾ ധാരാളം പഠിച്ചിട്ടുണ്ടെങ്കിലും കലോത്സവങ്ങൾ പങ്കെടുത്ത് പരിചയക്കുറവുണ്ടെന്ന് തോന്നില്ലേ? സംസാരം കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ സ്കൂൾ യുവജനോത്സവങ്ങളിൽ ഖുർആൻ പാരായണ മത്സരം അല്ലെങ്കിൽ അറബിക് കലോത്സവം മാത്രമല്ല, സംസ്കൃത കലോത്സവമുണ്ട്. അത് റിലേറ്റബിൾ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് സിദ്ധരൂപോച്ചാരണം, അതുപോലെ തന്നെ അക്ഷര ശ്ലോകം. ഇവ രണ്ടിലും നമ്മുടെ വേദങ്ങളുടെ ഭാഷയായ സംസ്കൃതം, അത് റിലേറ്റബിൾ ആയിട്ടുള്ള കോഴ്സുകൾ, മഹത് വചനങ്ങൾ, ശ്ലോകങ്ങളാണ് ഉദ്ധരിക്കാറുള്ളത്. എന്തുകൊണ്ട് ഖുർആൻ പാരായണ മത്സരം? ഇതാണല്ലോ വിഷയം. നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് ഭാഷയായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, മലയാളം, അറബി, ഉറുദു ഒക്കെ നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ ഭാഷയുമായി റിലേറ്റബിൾ ആയിട്ടുള്ള ഏറ്റവും ആധികാരിക റെഫറൻസ് ആണ് മത്സര ഇനത്തിൽ വരുന്നത്. അപ്പൊ അറബി കലോത്സവത്തിൽ അറബി ഭാഷയുമായി ഏറ്റവും ആധികാരിക റെഫറൻസ് ഏതാണ്? ഖുർആനാണ്. ആ ഖുർആൻ പാരായണ മത്സരം, ആ മത്സരത്തിൽ എന്താ നോക്കുക? ആ മത്സരാർത്ഥികൾ അവിടെ ഖുർആന്റെ ആശയതലങ്ങൾ അതല്ല അവിടെ ഉദ്ധരിക്കുന്നത്. ഖുർആൻ എന്താണ് ദൈവശാസ്ത്രം പറയുന്നത്, അല്ലെങ്കിൽ ഖുർആൻ എന്താണ് ഏകദൈവ വിശ്വാസത്തിന്റെ മഹത്വമായി പറയുന്നത്, എന്താണ് ബഹുദൈവ വിശ്വാസത്തിന്റെ കുഴപ്പം, ഇതൊന്നുമല്ല. മറിച്ച് ഖുർആൻ എന്ന അറബി ഭാഷയിലെ ആ വേഡ്സുകൾ, ആ കോഴ്സുകൾ, ആ വചനങ്ങൾ ഏറ്റവും സ്വരമാധുര്യത്തോടുകൂടി, ഉച്ചാരണ ശുദ്ധിയോടുകൂടി, പാരായണ നിയമപ്രകാരം ഒരു ഹിന്ദു കുട്ടി പാരായണം ചെയ്താലും, മുസ്ലിം കുട്ടി പാരായണം ചെയ്താലും, ഒരു ക്രൈസ്തവ കുട്ടി പാരായണം ചെയ്താലും, മതമുള്ളവനും ഇല്ലാത്തവൻ പാരായണം ചെയ്താലും അവർക്കൊക്കെ മത്സരം, ആ ചൊല്ലുന്നതിന് ഏറ്റവും നന്നായി ആരാണോ പാരായണം ചെയ്യുന്നത്, ആ ഭാഷ നന്നായി ആരാണോ കൈകാര്യം ചെയ്യുന്നത്, അവർക്ക് സമ്മാനം കൊടുക്കും. ഇത്രയേ ഉള്ളൂ. ഇത് തിരിച്ചു അങ്ങനെ തന്നെ സംസ്കൃത കലോത്സവത്തിലും ഏറ്റവും നന്നായി ആ ഭാഷ, അതിന്റെ ഉച്ചാരണ ശുദ്ധി അനുസരിച്ച് ആര് പാരായണം ചെയ്യുന്നുവോ അവർക്ക് സമ്മാനം കൊടുക്കും. ഈ ഖുർആൻ വന്നത് അറബ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ആധികാരിക ഗ്രന്ഥം ഖുർആൻ ആയതുകൊണ്ടാണ്. പക്ഷെ വേദം, സംസ്കൃത ഭാഷയിലുള്ള വേദഗ്രന്ഥങ്ങൾ ഒന്നല്ല, അനേകമുണ്ട്. അപ്പൊ അതിൽ ഏതും ഉദ്ധരിക്കാം. സംഭവം ഇത്ര വളരെ സിമ്പിളാണ്. അപ്പൊ ബൈബിളോ? ഒരു ചോദ്യമാണ്. ബൈബിൾ നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ ഇംഗ്ലീഷിലും അല്ലേ? രണ്ട് ഭാഷ നമ്മൾ നിലവിൽ പഠിപ്പിക്കുന്നുണ്ട്. ഹിബ്രു ഭാഷ, ഇനി ആ ഹിബ്രു ഭാഷ പഠിപ്പിക്കണം, ബൈബിളിന്റെ ആധികാരിക ഭാഷയായ ഹിബ്രു പഠിപ്പിക്കണമെന്ന് ആവശ്യം ഇവിടുത്തെ ക്രൈസ്തവർക്കുണ്ടെങ്കിൽ ഗവൺമെന്റിനോട് പറഞ്ഞാൽ ഗവൺമെന്റ് പഠിപ്പിക്കും. നമുക്കതിലൊന്നും തർക്കമില്ലല്ലോ.
നമുക്കതിലൊന്നും വിരോധമില്ലല്ലോ. എല്ലാം നല്ലതും പഠിക്കട്ടെ എന്ന്. ഇപ്പം ഈ വിഷയം ഇവിടുത്തെ ഉന്നയിച്ച നമ്മുടെ പ്രിയപ്പെട്ട കാളിച്ചേട്ടന് സംസ്കൃതം അറിയുമോ? ഞാൻ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഈ സാധുവായി എന്റെ അത്രയും പോലെ അറിയത്തില്ലെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ അടുത്ത ഒരു വീടിന് ഒരു ശ്ലോകമൊക്കെ ചൊല്ലി അർത്ഥം പറയും, കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാരിൽ ധാരാളം ആളുകൾ സംസ്കൃതം പഠിക്കുന്നവരുണ്ട്. സംശയമുണ്ടോ? ഈ വീഡിയോ ഒന്ന് കണ്ടാലും. ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്വൈ ശ്രീ ഗുരവേ നമഃ. नमस्ते. इदानीं वयम् आरम्भं कुर्मः. प्रथमम् एकं सुभाषितं पठामः. भवान् एकं श्लोकं पठति वा? पठति. उद्यमेनैव सिद्ध्यन्ति कार्याणि न मनोरथैः न हि सुप्तस्य सिंहस्य प्रविशन्ति मुखे मृगाः. തെറ്റിദ്ധാരണ അറിയില്ലേ? പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന സഹോദരങ്ങൾക്കും സംസ്കൃത ഭാഷ അറിയില്ല? എന്തുകൊണ്ട് മഹാഭാരത ശ്ലോകങ്ങളോ അല്ലെങ്കിൽ രാമായണ കീർത്തനങ്ങളോ ഇതൊന്നും അറിയാൻ വയ്യാത്തത്? അതിന് ഇവിടുത്തെ മറ്റു മതവിഭാഗങ്ങളോ ഒന്നും ഉത്തരവാദികളല്ല. നോക്കൂ നിങ്ങൾ, എന്റെ കയ്യിൽ ഈ മഹാഭാരതം എന്റെ കയ്യിൽ കാണിക്കും. എന്നാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സഹോദരങ്ങൾ എത്ര പേരെ കയ്യിൽ ഈ മഹാഭാരതം ഉണ്ടാവും, രാമായണം ഉണ്ടാവും, ഗീതയുണ്ടാകും, ഭാഗവതം ഉണ്ടാവും? നിങ്ങളുടെയൊക്കെ വീട്ടിൽ അപൂർവമായിരിക്കും. ഞാൻ മനസ്സിലാക്കുന്ന അപൂർവമാണ്. കാരണം ഇതൊന്നും എടുത്ത് പാരായണം ചെയ്യാൻ ഇവിടുത്തെ ഈ ഒരു വിഭാഗം മനുഷ്യർക്ക് കഴിയില്ലായിരുന്നു. ബ്രാഹ്മണസ്യ മുഖമാസ്തി ബാഹു എന്ന ശ്ലോകം ചൊല്ലി അർത്ഥം പറയാത്തത് ആർക്കെങ്കിലുമൊക്കെ വേദന ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ്. ആ 4 വർണ്ണത്തിൽപ്പെടാത്ത മനുഷ്യർ അവർ ഈ സാധനം ഇത് കേട്ടാൽ, ഇത് എടുത്താലെന്നല്ല, ഇത് കേട്ടാൽ അവരുടെ ചെവിയിലേക്ക് ഈയം ഉരുക്കി ഒഴിക്കുമെന്ന് പറഞ്ഞ ധാരാളം നവോത്ഥാന പ്രഭാഷകർ കേട്ടിട്ടുണ്ട്. അതിന്റെ മറ്റു തലങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത് നിങ്ങൾക്ക് വേദന ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു മതത്തെ നമ്മൾ വേദനിപ്പിച്ചുകൊണ്ട് സംസാരിക്കണ്ടല്ലോ. അപ്പൊ അവർക്ക് ഇത് പഠിക്കാനുള്ള അവകാശമില്ലായിരുന്നു. അതിന്റെ ഏറ്റവും പ്രൗഢമായ ഉദാഹരണമായിരുന്നു പഞ്ചമിയെ സ്കൂളിൽ പഠിപ്പിക്കാതിരുന്നത്. പെരയെ പിള്ളാരെ പഠിപ്പിച്ചാൽ ഞങ്ങൾ ഈ വിദ്യാലയങ്ങളിൽ പഠിക്കില്ല എന്ന് പറഞ്ഞ് ബഹിഷ്കരിച്ചപ്പോൾ അയ്യങ്കാളി പറഞ്ഞെന്താണ്? ഞങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പാഠം ഞങ്ങൾ കൊയ്യില്ല. 2 വർഷത്തോളം കേരളത്തിന്റെ കൃഷിഭൂമികൾ തരിശു കിടന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പം ഇവിടുത്തെ പാവപ്പെട്ട ജനതയ്ക്ക് ഇതൊന്നും പഠിക്കാനോ കേൾക്കാനുള്ള അവകാശമില്ലായിരുന്നു. ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളുടെ വീട്ടിൽ ഖുർആൻ ഉണ്ടാകും, ക്രൈസ്തവന്റെ വീട്ടിൽ ബൈബിൾ ഉണ്ടാകും. എന്തുകൊണ്ട്? എല്ലാ കാലത്തും ഇത് വായിക്കാനും പഠിക്കാനുള്ള അവകാശങ്ങൾ അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ വായിക്കാനും എടുക്കാനും കേൾക്കാനുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ആ സമൂഹം ഇന്നും അത് അനുവാദികൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ നിഷേധം ഇന്നും അവരുടെ കാതിലും അല്ലെങ്കിൽ അവരുടെ മനോഭാവങ്ങളിലും തുടർന്നുകൊണ്ടിരിക്കുന്നതിന്റെ പേരിലാണ് അവർക്കൊന്നും ഇത് പഠിക്കാൻ കഴിയാതിരുന്നത്. എന്നാൽ ഇത് നോക്കൂ, 10 വർഷക്കാലമായി ഇതൊക്കെ എടുത്ത് ഉയർത്തി കാണിക്കുന്ന മനുഷ്യരല്ലേ ഇവിടെ ഭരിക്കുന്നത്. അവർക്ക് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തൂടെ? രാവും പകലും ഇസ്ലാമിക വിമർശനം നടത്തുന്ന ആളുകൾ, തന്റെ സനാതനധർമ്മം വളരെ മഹത്തരമാണെന്ന് പറയുന്ന ആളുകൾക്ക് എത്ര പേർക്കും ഈ മതത്തിന്റെ ആശയങ്ങൾ അറിയാം? അവരെന്തുകൊണ്ട് തന്റെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇവിടെ വളർന്നു വരുന്ന ഈ ജനതക്ക് ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി സന്നദ്ധമാകാത്തത്? എന്തെല്ലാം തോന്നിവാസങ്ങൾ സമൂഹ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. 2 മിനിറ്റ് ഒരു ശ്ലോകം പറഞ്ഞ് ഈ ഹൈന്ദവ സനാതന ധർമ്മത്തിന്റെ വൈവിധ്യം ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തൂടെ? എന്തെല്ലാം തോന്നിവാസങ്ങൾ ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നുണ്ട്, എന്തെല്ലാം കുപ്രചരണം നടത്തുന്നുണ്ട്. ഈ ജനൻ TV എന്നൊരു TV എന്നോടല്ലോ ചാനൽ, അതിലൂടെ ഈ ജനങ്ങൾക്ക് ഈ വേദഗ്രന്ഥങ്ങളുടെ നന്മ പഠിപ്പിച്ചൂടെ? അത് പഠിപ്പിച്ചാൽ എല്ലാം പൊളിയും, സകലതും തകർന്നു വരും. ജനൻ TV എന്ന് പറയുന്ന ആ ജനം എന്ന് പറയുന്ന ജനൻ TV എന്നുള്ള വാക്കിനെ മാറ്റേണ്ടി വരും. കാരണം അതുകൊണ്ടാണ് സനാതനധർമ്മം സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യമപ്രിയ പ്രിയം ജാനർത്ഥം ഏകയക്ഷ സനാതന എന്നല്ലേ. കളവ് പറയാൻ പാടില്ല, ഇഷ്ടപ്പെട്ട കളവ് തീരെ തന്നെ പറയാൻ പാടില്ല, സത്യം പറയണമെന്ന് പഠിപ്പിക്കുന്നല്ലേ സനാതനധർമ്മം. അതാണ് സനാതനധർമ്മത്തിന്റെ അടിസ്ഥാന മൂല്യം. അപ്പൊ ആ മൂല്യം മുറുകെ പിടിക്കുകയാണെങ്കിൽ പിന്നെ ജനൻ TV ഒന്നും ലോകത്ത് ഉണ്ടാകത്തന്നില്ല. കാരണം കളവ് പറയാനും കുപ്രചരണങ്ങൾക്കും വേണ്ടി മാത്രം ഒരു മീഡിയ പ്രവർത്തിക്കുന്നു. പക്ഷേ സാധുക്കളായ ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും പഠിക്കാൻ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? നിരന്തരമായി അവരുടെ മനോമുകുരങ്ങളിൽ വിദ്വേഷവും വിഷവും അപരമത വിദ്വേഷവും ഇങ്ങനെ പടർത്തി ഇങ്ങനെ കൊടുക്കുന്നതല്ലാതെ ആ ചാനലൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് അവനവന്റെ ആശയങ്ങൾ പഠിപ്പിക്കും. അപ്പൊ സ്നേഹവും സൗഹൃദവും സഹവർത്തിത്വം ഒക്കെ തന്നെ വന്നോളും. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. കേട്ടല്ലോ. അതുകൂടാതെയുണ്ട് കാര്യങ്ങൾ. ഞാൻ സംസ്കൃത കലോത്സവത്തിൽ പങ്കെടുത്ത ആളാണ്. ഈ സംസ്കൃത കലോത്സവത്തിൽ പങ്കെടുക്കുന്നതിനും അവിടെ പാടുന്നതിനും അല്ലെങ്കിൽ അതുകൊണ്ടും
പ്രത്യേകിച്ച് എനിക്ക് എന്തെങ്കിലും വ്യത്യാസവും തോന്നിയില്ല. എനിക്ക് പലപ്പോഴും നിരാശ തോന്നിയിട്ടുണ്ട് സംസ്കൃത ഭാഷ പഠിക്കാനായില്ലല്ലോ എന്നുള്ളതുകൊണ്ട്. ഞാൻ MSW പഠിച്ചത് സംസ്കൃത സർവകലാശാലയിലായിരുന്നു. അപ്പോഴും അത് സാധിക്കാത്തതിലുള്ള കുറ്റബോധവും ദുഃഖവുമുണ്ട്. 4 or 5 ഭാഷ പഠിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബൈബിൾ കഥകളുമായി ബന്ധപ്പെട്ടുള്ളതാണ് ചവിട്ട് നാടകം എന്നെനിക്ക് തോന്നുന്നു. ക്രൈസ്തവ മതവിശ്വാസത്തിൻ്റെ പുരാണങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടതാണ് ചവിട്ട് നാടകം എന്ന് തോന്നാറുണ്ട്. അതിനും ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാറുണ്ട്. ഒപ്പനയ്ക്ക് ഒരുപാട് ആളുകൾ മത്സരിക്കാറുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ അറബി ഭാഷ അല്ലെങ്കിൽ അതിൻ്റെ ഉച്ചാരണ ശുദ്ധി, അതിൻ്റെ പാരായണം, അതുമായി ബന്ധപ്പെട്ട് ആധികാരികമായി എടുക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. അപ്പോൾ അതുകൊണ്ട് ഖുർആൻ പാരായണം നടത്തുന്നു, അത് ആളുകൾ പഠിക്കുന്നു, മറിച്ചും തിരിച്ചും ഒക്കെ പഠിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് പ്രത്യേകിച്ച് അതുകൊണ്ട് കാര്യമൊന്നുമില്ല. അത് ആരെയെങ്കിലും തൃപ്തിപ്പെടുത്താനോ പ്രീണിപ്പിക്കാനോ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയോ അല്ല. പിന്നെ ഈ ന്യൂനപക്ഷ സമൂഹങ്ങളുടെ ഇത്തരം ചില ഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ ഭാഷയോ ഒക്കെ ഒറ്റപ്പെട്ട് പറയാമെന്നല്ലാതെ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് മറ്റിതര മതങ്ങളുടെ, ഹിന്ദു മതത്തിൻ്റെ വിശ്വാസങ്ങളും അതിൻ്റെ രീതികളും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. പൂജവെപ്പ്, പൂജയെടുപ്പ്, വിദ്യാരംഭം, ആയുധപൂജ, പിന്നെ അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ആഘോഷം എന്നുള്ള നിലയിൽ ഓണാഘോഷം, ഇതൊക്കെയും തുടരുന്നൊരു സമൂഹമാണ്. അതൊക്കെയും അങ്ങനെ തുടരുകയും വേണം, തുടർന്നോട്ടെ. പക്ഷേ അതിനിടയിൽ ക്ഷുദ്രജീവികളെപ്പോലെ പ്രത്യക്ഷപ്പെടുന്ന ഇവരുണ്ടാക്കുന്ന പൊല്ലാപ്പ് കേൾക്കുമ്പോൾ നമുക്കിത് വളരെ നിസ്സാരവും വളരെ ലളിതമായ ഒരു അഭിപ്രായ പ്രകടനം പോലെ തോന്നും. എന്തായാലും അൻസാരി സുഹരി ഉസ്താദിൻ്റെ മറുപടി കലക്കി, ഗംഭീരം. ഇങ്ങനെ വിദ്വേഷവും വെറുപ്പും പറഞ്ഞിരിക്കാതെ നല്ല ഫ്ലുവൻ്റായി അറബി ഭാഷ പഠിക്കാമെങ്കിൽ മാറി വരുന്ന ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി കിട്ടും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിപ്ലവകരമായ വളർച്ച നടക്കുന്നത് സൗദി അറേബ്യയിലാണെന്നാണ് പറയുന്നത്. അവിടെയൊക്കെ വരാൻ പോകുന്ന തൊഴിലവസരത്തിൽ നമ്മുടെ മക്കൾക്കും കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ എവിടെയെങ്കിലും കാറിലിരുന്ന് ചാമ്പി വിടാതെ പഠിച്ചെടുക്കാൻ നോക്ക് സഹോദരൻ, അതായിരിക്കും ഗുണകരമാവുക.